അവിടെ നിന്ന് വിളിക്കുന്നു ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയോ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയോ, ഇരിക്കുകയാണെന്നറിയോ. ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ജനാസ പച്ച മണ്ണിലിറക്കി വെച്ചിട്ട് ഈ നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഒരേ ഒരു കാര്യം അറിയാനാണ്, ഒരേ ഒരു കാര്യം അറിയാനാണ്. നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ, ഈമാനുള്ള മരണം കൊടുത്തല്ലോ. എല്ലാവരും പറയുകയാണ് നിന്റെ ഭർത്താവിന് സുഗന്ധമാണെന്ന്. മയ്യത്ത് കണ്ടവരും മയ്യത്ത് കുളിപ്പിച്ചവരും ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാണെന്ന്. ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാണ്. എങ്ങനാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ എന്തോ ഒരു കാരണമുണ്ട് ഫാത്തിമ. എന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അത്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. നാട്ടിലെ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. നാട്ടിലെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. വല്ലാഹി അവിടെ നിന്ന് മഹദി പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ട് കബറിൽ വെച്ചിട്ട് നാട്ടുകാർ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തില് ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭാര്യ പറയുന്ന വാക്കാടോ, ഇതുപോലെ ഒരു മനുഷ്യര്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യര് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്റെ ഭർത്താവ് ആരെന്നറിയുവോ? റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരുന്ന് തമാശ പറഞ്ഞപ്പോ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് വീണോ? ആര് പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരിക്കൽ ഞാൻ അല്ലാ എന്ന് പറഞ്ഞു. അല്ലാ എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു, കൈകാൽ വിറയ്ക്കുകയാണ്. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, കബർ പറഞ്ഞപ്പെടല്ല, മസ്സറ പറഞ്ഞപ്പെടല്ല, ഹിസാബ് പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാണ്. വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവ് റൂമിനകത്തിരുന്ന് കരയുകയാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കൊണ്ട് കബറടക്കിയിട്ട് ആ മയ്യത്തിറക്കാൻ പോയവരും മുഴുവനും വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അല്ലാഹു മനുഷ്യനെ സത്യം എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹിനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം ചെയ്തിട്ട് മഹദി പറയുകയാണ് ഈ വാതിൽ വന്നിരിക്കുന്ന ആണുങ്ങളോട്, ഏ ചങ്ങാതി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് മഹല്ലുകാരോ മഹല്ലിലെ ഇമാമോ കമ്മിറ്റിക്കാരോ നാട്ടുകാരോ കുടുംബക്കാരോ അല്ല, നിന്റെ കൂടെ കിടക്കുന്ന നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ അള്ളാഹിനോട് പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? എടാ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കൂടെ കടന്നവൾ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ ആലോചിക്ക്, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയോ? കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് തങ്കവാ. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുമ്പോ ആമിനായോട് ചുമ്മാതി വെക്കണം, ആമിന സിറാജ് പറഞ്ഞത് കേട്ടില്ലേടി, നാളെ അള്ളാടെ മുമ്പിൽ വരുമ്പോൾ നീ പറയോ ഞാൻ പറയും നിങ്ങളെ കുറിച്ച് കാത്തിരുന്നോ? അത്രയ്ക്ക് നല്ല സ്വഭാവം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നാട്ടുകാർ നമ്മളെ കുറിച്ച് പറയാ, നീ വലിയ തങ്ങളാ മഹാന, കതറൊരു കാണുമ്പോഴത്തേക്ക് അതിലൊന്നും കാര്യമില്ല. നീ നല്ലവനാണെന്ന് പറയേണ്ടത് നിന്റെ കൂടെ കടന്നവളാ. അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ. എടാ ചില ആണുങ്ങൾ ഭർത്താവിനോട് പറയും, ഉസ്താദ് അത് പറഞ്ഞു കേട്ടോ, നീ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. നീ എന്റെ മൂക്കിനകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. ഭാര്യ ഉപദേശിക്കാം, സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന്. എടാ ചങ്ങാതി, നീ പോകണമെങ്കിൽ ഓള് വിചാരിക്കണം. എടാ ഈ കഞ്ചാമം കണ്ടു പഠിച്ചു നടക്കണം, നീയാ പോയിട്ട് പെണ്ണിനോട് പറയുന്നത്, ഏ സഹോദരാ നിനക്ക് അവരുടെ പൊരുത്തം വേണം, അവൾ നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയണം, എങ്കിലും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെങ്കിൽ നീ ഭർത്താവാകണം. ആ പെണ്ണിനെ പരിഗണിക്കേണ്ട രീതിയിൽ നീ പരിഗണിക്കണം. നാട്ടുകാരെ പരിഗണിച്ചിട്ട് കാര്യമില്ല, ഓളെ പരിഗണിക്കണം. സ്വന്തം ഭാര്യയെ പരിഗണിക്കണം. കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേലക്കാരിയെ പോലെ ഇട്ടിട്ട് കാര്യമില്ല. അതൊരു മനുഷ്യ ജന്മമാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. എല്ലാവരും ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ എന്തോ വലിയ കഷ്ടപ്പാട്, ത്യാഗം പോലെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ടല്ലോ, ഓളെ കുറ്റം പറയുന്നുണ്ടല്ലോ, അവൾക്ക് ഭക്ഷണം വെച്ച് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, നിനക്ക് ദീൻ അറിയാനിട്ടാ മോനെ.
എടാ ഭാര്യയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യയെ കുറ്റം പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എടോ സിറാജ് വിവാഹം കഴിച്ചവനാ. സിറാജിന്റെ ഭാര്യയ്ക്ക് എനിക്ക് വസ്ത്രം കഴുകി തരണമെന്നോ, എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്നോ, എന്റെ മാതാപിതാക്കളെ നോക്കണമെന്നോ, എന്റെ വീടും വൃത്തിയാക്കണമെന്നോ എന്റെ ഭാര്യയ്ക്ക് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ഞാൻ വേലക്കാരി വെച്ച് ജീവിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നല്ലോ, ഖതീബുകൾ ഒരുപാട് ഉസ്താദന്മാർ വിളിക്കുന്നല്ലോ. ചോദിക്ക്, അല്ലാഹുവിന്റെ ദീനിൽ എവിടെയെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് നിനക്ക് ചോറ് വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? നിന്റെ പാപ്പായ്ക്കും ഉമ്മായ്ക്കും കൂടെ പുറപ്പിനും വെച്ച് വിളമ്പി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ നീ ആളെ വെച്ച് കൊടുക്കണം. പെണ്ണ് കിട്ടുന്ന ആരാ പെണ്ണ് കിട്ടേണ്ടത്? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കിട്ടാവൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആദ്യമായിട്ട് ഒരു ഉസ്താദ് ഇങ്ങനെ വയത് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ തല മുകളിലെത്താറായി സൂക്ഷിച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കൽ നിർബന്ധമില്ല ഭാര്യയ്ക്ക്. പിന്നെ ഓള് വല്ലതും ചെയ്തെന്നാ അതിന് അല്ലാഹു പ്രതിഫലം കൊടുക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാളെ വലിയ മസലയും പറഞ്ഞിരിക്കില്ലട്ടാ. നാളെ വീട്ടിൽ ചെന്നിട്ട് പഠിച്ചോ ഞാൻ ഒന്നും വെച്ചില്ല. അങ്ങനല്ല, നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്ത, ഭക്ഷണം വെച്ച് കൊടുത്ത, വീട് നോക്കിയ, എന്ത് ചെയ്താലും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. ഞാൻ പറഞ്ഞിട്ട് പോകും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കലഹം ഉണ്ടാക്കരുത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ഭാര്യയ്ക്ക് വേണ്ടത് മുഴുവൻ കൊടുക്കണം. നീയാ കൊടുക്കണ്ട, നാട്ടുകാരനല്ല. നാട്ടുകാരുടെ മുമ്പിൽ വലിയ മഹാനായിട്ട് കാര്യമൊന്നുമില്ല. ഈ മഹാനായ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ കൊലകം വരാം, പക്ഷേ എനിക്ക് ചെലവിനൊന്നും തരാറില്ല. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന നബിയെ, അത് തെറ്റാണോ നബിയെ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ? നിങ്ങൾ എന്തൊക്കെ വെടികൊണ്ടു ഇരിക്കണേ? എടുക്കാൻ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ താത്തമാരെ? ഞാൻ ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ച ചോദ്യം, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല, ഞാൻ എടുക്കാറുണ്ട്. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ചെലവിന് കൊടുക്കാത്തത് ഒന്നും കൊടുക്കത്തില്ല. ആവശ്യമുള്ളത് പോലും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആവശ്യമുള്ളത് തരുന്ന ഭർത്താവിന് എടുക്കാൻ പാടില്ല. നിനക്കൊന്നും അർഹതപ്പെട്ടത് പോലും തരാത്തതായി എടുക്കാൻ പറഞ്ഞത്, അതും മുഴുവനും. ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ലവരാകണം, നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറണം. ആ ബന്ധം നല്ല ബന്ധമാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. ആയിഷ ബീവിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം വരികയാ. അല്ലാഹുവേ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബിയുമായി ചേർത്ത് വെച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോ ഒരാളല്ല പറഞ്ഞത്, ഒരു നാട് മുഴുവനും പറയുകയാണ്. ഒരു നാട് മുഴുവനും പറയുകയാണ്. തന്റെ ഭാര്യയെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരെന്തും പറയുമോ? ശത്രുക്കളാണോ? അവർ പലതും പറയും നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷേ നബി തങ്ങളുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഞാൻ അറിയുന്നുണ്ട് സ്വഹാബാ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സ്വഹാബാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ ആയിഷാനെ എനിക്കറിയാം, എന്റെ ആയിഷാനെ എനിക്കറിയാം. ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്ന് വരെ ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, അവൾ നല്ലവളാണ്. ചില ഭർത്താക്കന്മാര് പറയാറുണ്ട്, അല്ലാഹു എനിക്ക് പടച്ചവനെ പേടിയുള്ള ഒരു പെണ്ണിനെ തന്നല്ലോ, അവൾ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം മാറിയത്, എനിക്ക് അല്ലാഹു എല്ലാം തന്നത്. പടച്ചവനെ പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ കാണാം. നിങ്ങളെ നാവിനെ സൂക്ഷിക്കണം, നല്ലതുപോലെ പെരുമാറണം, ബഹുമാനം കൊടുക്കണം. നിന്റെ ഭർത്താവ് പടച്ചവര് നല്ല നിലയിലാകാൻ വേണ്ടത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകണം, പരസ്പരം വിശ്വാസം ഉണ്ടാകണം. അതിന്റെ മഹത്വം നമുക്കറിയാനിട്ടാണ് ഇന്ന് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയൂല. തമ്മിലടിയാണോ, ശത്രുതയാണോ, പരസ്പരം കൂടപ്പറപ്പുകൾ മിണ്ടുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാരും മിണ്ടുന്നില്ല, തമ്മിലടിപ്പിക്കുകയാണ്, ശത്രുതയാണ്, വൈരാഗ്യമാണ്. നിനക്കറിയില്ലടോ, അതിനെക്കുറിച്ച് നിനക്കറിയാനിട്ടാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കാൻ പാടില്ല. അതാരുമാകട്ടെ, 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരുന്നാൽ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, നാട്ടുകാർ കാണാനല്ല, പടച്ചവനെ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാ, ആ പിടിച്ചിരിക്കുന്ന സമയം രണ്ടുപേരും ചെയ്തു പോയ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണോ, ആത്മാർത്ഥമായി സ്നേഹിക്കൂ. ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതത്തിന്റെ മഹത്വം പഠിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കൂ. അല്ല രണ്ട് ചെവി തന്നത് എന്തിനാണ്? ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാണ്. അതുകൊണ്ട് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്കൂ, വേണ്ടാത്തത് മുഴുവനും കളയൂ. എന്നിട്ട് ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കൂ, അല്ലാഹുവിനെ മറക്കാതെ ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ, പരസ്പരം ബഹുമാനിക്കൂ, പരസ്പരം സഹായിക്കൂ, പരസ്പരം താങ്ങും തണലുമാകൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിനക്ക് അതിനെ കുറിച്ച് അറിയാനട്ടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്യാൻ സമയമായപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് പോകണേ സഹാബാ.
കുടുംബബന്ധം മുറിച്ച ഒരാളും ഇവിടെ ഇരിക്കരുത്. കാരണം ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അവൻ ഇരിക്കുന്ന മജ്ലിസിലെ ദുആയ്ക്ക് പോലും ഇജാബത്തില്ല എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോ ഇവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഏത് സമയത്തും മരണം കടന്നു വരുമോ. പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടൂല, പിണക്കം മാറ്റാൻ സമയം കിട്ടൂല, യാത്ര പറയാൻ സമയം കിട്ടൂല. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് നിർത്തുകയാ. റമളാൻ മാസമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നടോ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും അറിയില്ല. അത് റമളാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ, ഒറ്റകെട്ടികളുടെ രാത്രിയിൽ, അല്ലെങ്കിൽ 27-ാം രാവ്. ഇത് പറയാനേ നമുക്ക് കഴിയൂ. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു ഒരു സമയം നരകത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുന്ന സമയമാ. സമയം പറഞ്ഞു തന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തന്നു. ആ സമയം നമ്മൾ പടച്ചവനെ പാഴാക്കരുത്. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്. ആ സമയം ഏതാണെന്നറിയോ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷമുണ്ടല്ലോ. അല്ലാഹുവേ നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസാന സമയമുണ്ടല്ലോ. മഗ്രിബിന്റെ ബാങ്ക് പ്രതീക്ഷിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയം ഉപയോഗപ്പെടുത്തു പെങ്ങള്, ദുആ ചെയ്യ് പെങ്ങള്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. റമളാനിന്റെ 30 ദിവസവും അതുണ്ട്. അതുകൊണ്ട് പാഴാക്കി കളയരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യ്. ഇനിയുള്ള ദിനങ്ങൾ ഇത്തികാഫിരിക്ക്, ഇനിയുള്ള ദിനങ്ങൾ ഖുർആൻ ഓത്, ഒരുപാട് നന്മകൾ ചെയ്യ്, സദഖകൾ കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസം റമളാനാ. സക്കാത്തിന്റെ കണക്കുകൾ നോക്കിയിട്ട് പടച്ചവനെ കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്ക്, സദഖ കൊടുക്കാൻ കഴിയുന്നവർ സദഖ കൊടുക്ക്. കാരണം പ്രതിഫലം വാരിക്കോരാൻ പറ്റുന്ന സമയമാ. റമളാൻ മാസത്തിന്റെ അവസാനമെത്തി. ഇനി സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ വിചാരിക്കുന്നത് ഭർത്താവ് കുറച്ച് 50-ന്റെയും 100-ന്റെയും 20-ന്റെയും നോട്ട് കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ എടുത്തിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ. വരുന്നവർക്ക് ഇങ്ങനെ കൊടുത്താൽ സക്കാത്ത് വീടില്ല. അത് സദഖയാ. സക്കാത്ത് വേറെ, സദഖ വേറെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. സക്കാത്ത് കൊടുത്താൽ അത് വീടണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവരെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്താലേ വീടൂ. സദഖ വേറെ ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും 500 രൂപ നിന്റെ തരാം. സദഖ, സദഖയുടെ കൂലി. പക്ഷേ സക്കാത്ത് വീടാൻ എൻ്റെ സക്കാത്തിന്റെ പൈസ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ വീടില്ല. സക്കാത്തിന് അർഹനല്ല ഞാൻ. അല്ലാഹു നമുക്ക് ഈമാൻ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സക്കാത്തിന്റെ പൈസ കണക്ക് നോക്കണം. ഒരു വർഷം കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ കണക്ക് നോക്കിയിട്ട് നിന്റെ കയ്യിലുള്ള പൈസയുടെ അത് കണക്ക് നോക്കി അതിന്റെ അവകാശപ്പെട്ടത് പാവപ്പെട്ടവന്റെ അവകാശം കൊണ്ടുകൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാർക്ക് റമളാൻ വരുമ്പോൾ ഏക ചോദിക്കാനുള്ളത് ഉസ്താദേ സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണോ, ധരിക്കുന്ന സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണോ? എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടോ എന്ന് നോക്കുന്നത്. ഒരു സഹോദരി എന്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഉസ്താദേ ഒരു ഉസ്താദ് വഴുതു പറയുന്നുണ്ട് ധരിക്കുന്ന സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പവനുണ്ടെന്ന്. 101 പവനുണ്ട് ഉസ്താദേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 101 പവനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്ന് എടുത്ത് ധരിക്കാറുണ്ട് ഉസ്താദേ. അല്ലാഹനെ പൊട്ടനാക്കാൻ നോക്കാം, അല്ലാഹനെ പൊട്ടനാക്കാൻ നോക്കാം. നീ നിന്നെ കളി അല്ലാഹു പഠിപ്പിക്കും പെങ്ങളെ. അതുകൊണ്ട് സാധാരണ ധരിക്കുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് ഒരു പെണ്ണ് സാധാരണ കമ്മല് ധരിക്കും, മാല ധരിക്കും, വളയും മോതിരം ധരിക്കും, കാലിൽ പാദസ്വരം ധരിക്കും. ഈ ധരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 101 പവൻ അങ്ങനെ ആരും ധരിക്കാറില്ല. ഒരു മനുഷ്യൻ സാധാരണ ധരിക്കുന്ന ഒരു സ്വർണ്ണമുണ്ട്. അതിനൊക്കെ ഒരു ഏകദേശം കണക്ക്, അതായി 10 എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ ഒരു ഏകദേശ കണക്കുണ്ട്. നീ എപ്പോഴും ധരിക്കുന്ന സ്വർണ്ണം ആ സ്വർണ്ണത്തിന് സക്കാത്തില്ല. പക്ഷെ ബാക്കിയുള്ളതിന് നീ ഈ കണക്കൊക്കെ പറയുന്നല്ലോ. 1 ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടിയാണ് നീ കണക്ക് പറയുന്നത്. 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ 9,75,000 രൂപ നിനക്കുള്ളത് 25 രൂപ പാവപ്പെട്ടവന്റെ അവന്റെ അവകാശമാണ് കൊടുത്തേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മസാലകളൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് സദഖ കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. അൽഹംദുലില്ലാഹ് ഇതിന്റെ പ്രവർത്തകർ ഈ നാടിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർ, ആരും സഹായിക്കാനില്ലാത്തവർ വീട് വെച്ച് കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ഞാൻ നോക്കുമ്പോൾ അസീസ് എന്ന് പറയുന്ന സഹോദരൻ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തു, ഒരുപാട് പേർക്ക് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നാട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ വലിയ പ്രതിഫലം പാവങ്ങളെ സഹായിക്കുക, യതീമികളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക. ഒരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടാ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ എത്ര പ്രയാസമാണ്. അവരുടെയൊക്കെ സങ്കടങ്ങൾ നമ്മൾ കാണണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സഹായിക്കണം. പ്രത്യേകിച്ച് ഉസ്താദന്മാരെയൊക്കെ നിങ്ങൾ സഹായിക്കണം. ഓരോ റമളാനും ഉസ്താദന്മാർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഓരോ റമളാനും അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം. അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വാ. ബസേലെടുത്ത് മുന്നോട്ട് വന്നിരുന്ന് ദുആ ചെയ്യട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് സമയമില്ല. പോലീസ് വണ്ടി വന്നിട്ട് പോയില്ലേ? അസീസൊക്കെ പോയാ? അസീസൊക്കെ സ്റ്റേജിൽ പോലും കയറുന്നില്ലല്ലോ. എല്ലാവരും കയറി കസേരയെടുത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പെട്ടെന്ന് കയറി. അൽഹംദുലില്ലാഹ്. അസീസൊക്കെ എന്താ പോയാ? എന്തേ ചങ്ങ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇങ്ങോട്ട് വാപ്പാ? അൽഹംദുലില്ലാഹ് കാണാൻ തന്നെ കിട്ടത്തില്ല. ഓടിച്ചാടി നടക്കാം. ഭാര്യയ്ക്ക് തന്നെ കാണാൻ കിട്ടുന്നില്ല. പിന്നെ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നാട്ടിൽ കൊണ്ട് വിടൂലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എല്ലാവർക്കും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് റമളാനിന്റെ രാത്രിയിൽ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ടേ? ഇവിടെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇത്രയും പൈസ മുടക്കി ഒരു വാഴ വെച്ചു. ഈ വാഴ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ആകെ നേടാൻ കഴിയുന്നത് ഒന്ന് ദുആയ. അല്ലാഹു ഇന്നത്തെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തർത്ഥമുള്ളത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം? നമ്മൾ എത്ര പേര് കൂടിയില്ലേ? എന്തെങ്കിലും നന്മ ചെയ്യണ്ടേ? എപ്പോഴും വീടല്ലേ വെക്കുന്നത്? എന്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിച്ചു. എന്റെ വീട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പഞ്ചായത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ 4 കാര്യം പറയാൻ വന്നു. അതിൽ 2 എണ്ണം പറഞ്ഞപ്പോഴേ സമയം കഴിഞ്ഞു. അല്ലാഹു ബാക്കി പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത കൊല്ലം വാഴുന്നുണ്ടോ? അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് റമദാനിന് വാഴുന്നുണ്ടെങ്കിൽ ബാക്കി വന്ന് പറയാം. അല്ലാഹു ആയുസ്സും ആരോഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എനിക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി പറയാം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് ആരൊക്കെ കൈവക്കിയോ ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ നല്ല മരണം കൊടുക്കണം പഠിച്ചവൻ. ഓനെ വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ പറഞ്ഞു സ്വർഗ്ഗം കണ്ട് സംസം വെള്ളം കുടിച്ച് ഒന്നുകൂടി കൂടി മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പഠിച്ചവനെ. ആ കൈവക്കാത്തവനെ നീ നന്നാക്കണേ പഠിച്ചവനെ. ഒന്നുകൂടെ കൈവക്കിക്കേ. കാലി വേണമെങ്കിലും പൊക്കം കേട്ടാ. എല്ലാവരും കൈവക്കി. നല്ല മരണം സഹോദര, നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയോ? ചാടി പൊക്കുന്നില്ലോടെ എല്ലാവരും. ഇവിടെ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒന്നുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കി സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ താരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിലും റൂമിലും സുഗന്ധം ഉണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻതരുമാറാകട്ടെ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നമുക്ക് യോഗമുണ്ടോ? അവനവന്റെ കാര്യം ചിന്തിക്ക്. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ അല്ലാഹുവേ നമ്മൾ എന്ത് നന്മയാണോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് 20 നോമ്പ് പിടിച്ചു, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടോ നമുക്ക്? ഇല്ല. എത്രയോ തറാവീഹ് നിസ്കരിച്ചു, എത്രയോ ഖുർആൻ ഓതി, എത്രയോ നന്മകൾ ചെയ്തു. ഈ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല സഹോദര. കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ അമലും അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടാൻ ഒരു 4 വരി ബൈത്ത് ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ 4 വരി ബൈത്ത് പറഞ്ഞുതരട്ടെ. ഈ പറയുന്ന 4 വരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? ഞാൻ പറയുന്ന ഈ 4 വരികളുള്ള ബൈത്ത് പെങ്ങളെ നിനക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? പെങ്ങളെ അല്ലാഹു നിനക്ക് നല്ല മരണം തരും. പെങ്ങള് അല്ലാഹു നല്ല മരണം തരും. ചെറുപ്പക്കാരാ, മോനെ എല്ലാ ദിവസവും പറയുന്നില്ല. എല്ലാ ദിവസവും ഇത് നീ പറയണ്ട. പെങ്ങളെ വെള്ളിയാഴ്ച ദിവസം ഒരു 5 പ്രാവശ്യം നിനക്ക് പറയാൻ കഴിയുമോ? അതാ വേടന്റെ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരാ മക്കളെ, അതുകൊണ്ട് നിനക്ക് ആഖിബത്ത് നന്നാകില്ല. നല്ല മരണം കിട്ടാൻ ഞാനൊരു ബൈത്ത് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയുന്ന ബൈത്താണ്. എല്ലാ ദിവസവും പറയുന്നില്ല. വെള്ളിയാഴ്ച ദിവസം ഒരു 5 പ്രാവശ്യം ഈ ബൈത്ത് പാരായണം ചെയ്താൽ അല്ലാഹു നല്ല മരണം തരും. പെങ്ങള് ഏത് ബൈത്താണെന്നറിയുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ അലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഇൻ ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ അലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി. എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ. എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ. പെങ്ങളെ പാടാൻ മറക്കല്ലേ മോള്. എല്ലാ വെള്ളിയാഴ്ച ദിവസം നിനക്ക് സമയം കിട്ടുമ്പോ ഒന്നുകൂടി ഇരുന്നിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും പടച്ചവനെ ഒന്ന് പാരായണം ചെയ്യ്. അല്ലാഹുവേ എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നല്ല മരണം കിട്ടണേ അല്ലാ എന്ന നിയ്യത്തോടെ പാരായണം ചെയ്യ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ദുആ ചെയ്യാൻ പോകുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. പടച്ചവനെ ഇന്ന് 1 പവന സ്വർണ്ണത്തിന് 1 ലക്ഷം രൂപയുടെ മുകളിൽ വിലയാ സഹോദര. 1 ലക്ഷം രൂപയുടെ മുകളിലാണ് 1 പവന സ്വർണ്ണത്തിന്. സ്വപ്നം കാണുകയാ സഹോദര. എത്രയോ പാവങ്ങളുണ്ടോ നിങ്ങളുടെ നാട്ടിൽ, എത്രയോ യതീമീങ്ങളുണ്ട്. പടച്ചവനെ സ്വന്തം മകളുടെ വിവാഹത്തിന് സ്വപ്നം കാണുന്നവർ. അല്ലാ, തന്റെ പൊന്നുമോൾക്ക് 100 പവൻ കൊടുക്കാൻ ആഗ്രഹമില്ല. തന്റെ പൊന്നാര മകൾക്ക് പടച്ചവനെ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ലാ, സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ. നമ്മൾ പോലും ഇന്ന് പൈസ കൊടുക്കാൻ പടച്ചവനെ സ്വർണ്ണം വാങ്ങാൻ നമ്മളെ പോലും പലർക്കും കഴിയുന്നില്ലടോ. അപ്പോഴെങ്ങനെ ആരാരുമില്ലാത്ത യതീമീങ്ങളായ പെൺകുട്ടികൾ നിങ്ങളുടെ നാട്ടിലില്ലേ? പാവപ്പെട്ടവർ ക്യാൻസറും ട്യൂമറും തളർന്നു കിടക്കുന്ന ഉപ്പമാര് സ്വന്തം മക്കളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയും? പടച്ചവര് സങ്കടത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടോ. അവരെ നമ്മൾ മറന്നിട്ട് നമ്മൾ എന്ത് പുണ്യം ചെയ്തിട്ട് എന്ത് നേടാനാ സഹോദര? ആ പാവപ്പെട്ടവരുടെ കണ്ണുനീര് ശാപമല്ലേ? ഏ പെണ്ണേ, ഇന്ന് പള്ളികളിൽ ലെറ്റർ പേഡ് കൊടുത്തു വിടുകയാണ്. ഇവര് യാചിക്കാൻ അർഹതയാണ്, ഇവർക്ക് യാചിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിക്കാർ ലെറ്റർ പേഡ് എഴുതിയിട്ട് നാട് മുഴുവനും പിരിവെടുക്കാൻ പറഞ്ഞു വിടുന്ന കാലമല്ലേ സഹോദര? വല്ലാത്ത സങ്കടമാണോ, വല്ലാത്ത സങ്കടമാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മളല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ടത്. അവരുടെ ദുആയുടെ മഹത്വം നമുക്കറിയാതെട്ടാണ്. ആ യതീമായ പെൺകുട്ടിയുടെ ഒരു ദുആ മതി നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടാൻ. നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടാൻ ഒരു ദുആ മതി സഹോദര. അതുകൊണ്ട് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ട്, നമ്മളെ കൊണ്ട് ഒരു ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ട്. ആരും എന്നോട് പറഞ്ഞില്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പറയുകയാണ്. അല്ലാ, ഇന്ന് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഈ നാട്ടിലെ യതീമായ ഒരു മകൾക്ക് 1 പവനെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയുടെ വിവാഹം വരുമ്പോ 1 പവൻ സ്വർണ്ണമെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുക്കാൻ
കൊടുക്കാൻ കഴിഞ്ഞ അത് വലിയ ഒരു സന്തോഷമാണോ, അതൊരു വലിയ നല്ല കാര്യമാണോ, ആ കുടുംബത്തിന്റെ ദുആ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മളൊന്ന് വിചാരിച്ചാ നടക്കുമടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എല്ലാവരും പറഞ്ഞു നല്ല മരണം വേണമെന്ന്. ആത്മാർത്ഥമായി ചിന്തിക്കടോ. ഞാൻ എന്നോട് ചോദിക്കാം, ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരാൻ ഒരു നന്മ ചെയ്യാതെ പറ്റുമോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ട്. വാപ്പാ നീ നിസ്കരിക്കാറുണ്ട്, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഏറ്റവും ചെറിയ സൂറത്താണ് ഓതുന്നത്. 4 പേര് കാണാനുണ്ടെങ്കിൽ നീ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കും. ആള് കാണാനില്ലെങ്കിൽ എളുപ്പം തീർക്കും. ഇതാണ് നമ്മുടെ നമസ്കാരം. നമ്മൾ പടച്ചവനെ സദക്ക കൊടുക്കും. നാട്ടുകാരറിയണം, പേര് വിളിച്ചു പറയണം, ഫ്ലെക്സ് വെക്കണം, വാട്സപ്പിലൂടെ നിനക്ക് വേണ്ടി ദുആ വേണം, എങ്കിലേ നമ്മൾ കൊടുക്കാൻ തയ്യാറാകും. പടച്ചവനെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർക്ക് മുഴുവനും അറിയാം നീ ഹജ്ജ് ചെയ്തവനാണെന്ന്, നീ ഉംറ ചെയ്തവനാണെന്ന്, നീ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണെന്ന്. പടച്ചവനെ ഇതൊന്നും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാ, 21 രാവാ സഹോദരാ. മക്കളെ അല്ലാഹുവേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണേ. ഞാൻ ചോദിക്കുന്ന സമയത്ത് ചാടി എഴുന്നേറ്റ് 21 രാവിലെ 21 അൽഹംദുലില്ലാഹ് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവർ നമ്മൾ പെടുത്തുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു നിർബന്ധം എനിക്കൊന്നുമില്ല. എന്റെ അടുത്ത് നിർബന്ധിച്ച് പിരിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കിട്ടിയ അൽഹംദുലില്ലാഹ്. ഞാൻ ബക്കറ്റിനകത്ത് കിട്ടിയ പൈസ എണ്ണി ഇവിടെ കൊണ്ടുവന്നിരിക്കാം. ബക്കറ്റിന്റെ അകത്ത് കിട്ടിയ പൈസ എത്രയുണ്ടെന്ന് അതുവരെ എണ്ണി ഇവിടെ കൊണ്ട് വെച്ചിരിക്കാം. എന്തെങ്കിലും കിട്ടിയാൽ അത് പാവങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവനവനൊന്ന് ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 36 വയസ്സുള്ള ഉസ്താദിന്റെ കഥ. ഒരു 36 വയസ്സുള്ള ഉസ്താദ് സുഖമില്ലാതെ ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഉസ്താദിനെ ഡോക്ടർ വന്ന് പരിശോധന നടത്തിയിട്ട് ഇറങ്ങി പോകുമ്പോൾ നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചേക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഉസ്താദ് ഇത് കേട്ടത്. ഉസ്താദിന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഉസ്താദ് കിടന്ന് വല്ലാതെ കരയുന്നു. എത്ര പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ പ്രശ്നമാണ്, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരാൻ. ഡോക്ടർ ഉസ്താദിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നല്ലോ. ഈ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും അത് പ്രശ്നമാണ്. നിങ്ങൾ മതം പഠിച്ച ഒരാളാണ്, നിങ്ങൾ കരയരുത്. ഉസ്താദ് പിന്നെയും കരയാം. ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ ദേഷ്യത്തോട് ചോദിച്ചു, മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ട് കരയുകയാണോ? ഉസ്താദ് ഡോക്ടറോട് പതിയെ സ്വരത്തിൽ പറഞ്ഞു, മരിക്കാൻ പേടിച്ചിട്ടൊന്നുമല്ല കരയുന്നത്. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയൊക്കെ ഓർത്തിട്ടാണോ? എന്നാൽ പിന്നെ നേഴ്സിനോട് പറഞ്ഞു, ഫോൺ തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഉസ്താദ് പറഞ്ഞില്ല, അദ്ദേഹത്തിന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, ഭാര്യയെയും മക്കളെ ഓർത്തിട്ട് കരയാൻ? അപ്പോഴും പറഞ്ഞു അല്ല. അപ്പോൾ ഡോക്ടർ മുസ്ലിം അദ്ദേഹത്തിന് അത്ഭുതം, മരിക്കാൻ പേടിയില്ല. തന്റെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളെ വിട്ട് ഭാര്യ വിട്ട് വിട പറയുന്നതിൽ പേടിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ കരഞ്ഞെന്നറിയോ താത്ത? ആ 36 വയസ്സുകാരനായ ഉസ്താദ് കരഞ്ഞത് എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, എന്ത് ധൈര്യത്തിലാണ് ഞാൻ പോവാ? ആ 36 വയസ്സുള്ള മനുഷ്യൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തും കൊണ്ടുപോകും, പ്രശ്നം എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അള്ളാഹ്. ആ പേടി കൊണ്ടാ. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ അസറായിൽ വന്നിട്ട് വാന്ന് പറഞ്ഞ, ഉപ്പാ എന്തുണ്ട് ഉപ്പാ നിന്റെ കയ്യിൽ? നീ എന്ത് പുണ്യമാ ചെയ്ത് വെച്ചിരിക്കുന്നത്? നീ എന്തോ ഇങ്ങനെ സ്വർഗത്തിന്റെ പാസ് നിന്റെ പോക്കറ്റിൽ ഇരിക്കണമല്ലേ നീ നടക്കണേ? നീ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മരിച്ചു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ, 1000 നന്മയൊന്നും വേണ്ടടോ, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. എന്തെങ്കിലും ഒരു നന്മ. ഞാൻ എന്റെ പെങ്ങളോട് പറയുന്നതാ, മോളെ എന്തെങ്കിലും ഒരു സുബ്ഹാനല്ലാഹെങ്കിലും പറഞ്ഞു വെക്കുമാ. അങ്ങനെ ഒരു നന്മ ചെയ്തു വെച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് നല്ല മരണം തരൂ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ യതീമായ ഒരു പാവപ്പെട്ട പെൺകുട്ടി, എത്ര യതീമുകളൊക്കെ ഇല്ലേ? എത്ര യതീമുണ്ട്? ഏതെങ്കിലും ഒരു യതീമിന്റെ കല്യാണം നടക്കുമ്പോൾ, ഉസ്താദെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിലുള്ളത്, നിങ്ങൾ ഒരു പവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ഉസ്താദ് ഏതെങ്കിലും ഒരു യതീമായ മോളുടെ കല്യാണം നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. ഉസ്താദെ എന്റെ പെങ്ങളെ ഒറ്റ പ്രതിഫലം അള്ളാഹു നിനക്ക് തരും. നീ മരിക്കുമ്പോൾ നിന്റെ കണ്ണി കൊണ്ടുവന്ന് അള്ളാഹു കാണിച്ചു തരും നീ കൊടുത്തതിന്റെ പ്രതിഫലം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം അള്ളാഹു കാണിച്ചു തരും. നീ മരിക്കുന്ന സമയത്ത് ഈ കൊടുത്തതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണി കൊണ്ടുവന്ന് കാണിച്ചു തരും. നോക്കടി വബുശ്ശിറൂ ബിൽ ജന്ന, ഇതാ സ്വർഗ്ഗം. നീ ആ യതീമായ മകളെ സഹായിച്ചില്ലേ? ആ പൊന്നുമോൾ ആരുമില്ലാതെ 10, 20, 25 വയസ്സായിട്ട് വീടിന്റെ അകത്തിരുന്ന് കരയുന്ന പൊന്നുമോളുടെ കണ്ണുനീര് നീ ഉപ്പിയില്ലേ? അള്ളാഹ് നിനക്ക് തരുന്ന പ്രതിഫലം സ്വർഗ്ഗമാ, കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും. കണ്ടിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് സമാധാനത്തോടെ, ഇല്ലെങ്കിൽ അടുത്ത റമദാൻ വരുന്നുണ്ടല്ലോ, അടുത്ത റമദാനിൽ വഴുതു വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ സീസുക? നാളെ നടത്തണമെന്നില്ല, സമയമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് റമദാൻ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഒരു യതീമായ മകളുടെ വിവാഹം നടക്കുമ്പോൾ ഉസ്താദെ 1 പവനല്ല 1 ഗ്രാം സ്വർണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം മതി ഇൻഷാ അല്ലാഹ്. ഉസ്താദെ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു പൊന്നുമോളുടെ നിക്കാഹ് നടക്കുമ്പോൾ 1 ഗ്രാം സ്വർണ്ണം ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. ഉസ്താദെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് കൈവെക്കണോ? ഇത്ര പേര് ഇരിക്കുന്നില്ലേ? ആരെങ്കിലും ഒരാൾ 1 ഗ്രാം സ്വർണ്ണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ, പേര് എനിക്ക് വേണ്ട, പേര് വേണ്ട, നിങ്ങളൊന്ന് എഴുതി വെച്ചോ, പേര് പറയണ്ട. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ്
അൽഹംദുലില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ, നീയാണ് മനസ്സ് കൊടുത്തത്, നീയാണ് പറയിപ്പിച്ചത്. അല്ലാഹ്, ആ മനുഷ്യന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ തമ്പുരാന്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഞങ്ങൾ പറഞ്ഞ അഫ്ദൽ ദിക്ർ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആ പാവപ്പെട്ടവന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ 1 ഗ്രാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? 25,000 രൂപ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പൈസ പറഞ്ഞില്ല, പൈസ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. എന്താ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഈ മഹല്ലിലെ ഒരു സുഖമില്ലാത്തവർ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വലിയ പ്രയാസത്തിൽ കഴിയുന്നു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്താ അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് ഉസ്താദ് 1 ഗ്രാം ഇന്നൊന്നും കൊടുക്കണ്ട, പെൺകുട്ടി ആരാണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് സമാധാനം. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത് അടിമയെ നീ തിരഞ്ഞെടുത്തു തമ്പുരാന്, നീ സ്വീകരിക്കണേ തമ്പുരാന്, നീ സ്വീകരിക്കണേ തമ്പുരാന്. പേര് നിനക്കറിയാം, ആഗ്രഹം നിനക്കറിയാം, വീട് നിനക്കറിയാം. സമ്പത്തുള്ള ഒരുപാട് പേര് മിണ്ടാതെ ഇരുന്നപ്പോ പടച്ചവനെ മനസ്സ് കൊടുത്ത് നീ തിരഞ്ഞെടുത്ത മനുഷ്യനാണ് റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ തമ്പുരാന്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ, മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. 2 പേര്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഗൾഫിൽ എന്താ മോനെ കൈ പൊക്കി പോടാ. ഒന്ന് പോരെ. അൽഹംദുലില്ലാ. പടച്ചവനെ ഒരു സഹോദരൻ 25,000 രൂപ, പടച്ചവനെ ഒരു സഹോദരൻ 1 ഗ്രാം സ്വർണ്ണം, പടച്ചവനെ ഒരു പ്രവാസിയായ ഒരു സഹോദരൻ 1 ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാന്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ചങ്ങായി ഇവിടെ എന്താ ചങ്ങായി പറഞ്ഞോ? ഹബീബേ അയാളെന്താ പറഞ്ഞേ? ഇവിടെ ഒരാൾ ആരൊരാൾ പറഞ്ഞല്ലോ, അവിടെ ഒരാൾ ഒന്ന് 1 ഗ്രാം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ അവിടെ ഒരു സഹോദരനെ പേരെഴുതി റഹ്മാന് 1 ഗ്രാം സ്വർണ്ണം നീ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. ഈ 4 പേരെയും നീ കൈവിടല്ലേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. 4. 5-ാമത്തെ ആൾ ആരെങ്കിലും ഉണ്ടോ? 8 ഗ്രാം അങ്ങോട്ട് ഒരു പവനാകുമ്പോൾ 5-ാമത് ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഉസ്താദേ ഒരു യതീമായ മകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. CP മുഹമ്മദ് കുട്ടി എന്ന സഹോദരൻ 1 ഗ്രാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. 5. 6-ാമത്തെ ആളാരാ? അൽഹംദുലില്ലാ. പടച്ചവനെ 6-മതൊരു സഹോദരൻ ഉസ്താദേ 1 ഗ്രാം സ്വർണ്ണം ഞാൻ തരാം. ഒരുപാട് സമ്പന്നന്മാര് മിണ്ടാതെ ഇരിക്കുന്നു പടച്ചവന്. ഇത് റമളാൻ മാസമാണ് പടച്ചവന്. യതീമിന് വേണ്ടിയാണ് തമ്പുരാന്. ആ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പ്രവാസിയായ ഒരു സഹോദരൻ 7-മതൊരു ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്ന തമ്പുരാന്. പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് തമ്പുരാന്. നീ സമാധാനം കൊടുക്കണേ തമ്പുരാന്. ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാന്. ബറക്കത്ത് ചെയ്യണേ തമ്പുരാന്. അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. 7. 1 ഗ്രാം കൂടെ വേണം. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. 8-മതൊരു സഹോദരൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണം ഉസ്താദ്. പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ തമ്പുരാന്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരൊക്കെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ ഈ സ്വലാത്ത് ഞങ്ങൾ പറഞ്ഞ ദിക്ർ അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാന്. ആഫിയത്തുള്ള ദീർഘായുസ്സ സഹോദരനെ കൊടുക്കണേ അല്ലാഹ്. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. 8. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉസ്താദേ 1 ഗ്രാം കൂടെ ഞാൻ തരാം. നാളെ കൊടുക്കണ്ട, അടുത്ത മാസം കൊടുക്കണ്ട, സമാധാനത്തിൽ ഇൻഷാ അല്ലാഹ്. ഒരു പ്രവാസിയാണ് അല്ലാഹുവേ റസാഖ് എന്ന് പറയുന്ന സഹോദരൻ. നാഥാ പ്രവാസിയാണ് റബ്ബേ. കഷ്ടപ്പാടിന്റെ വില അറിയുന്ന സഹോദരനാണ് റബ്ബേ. ഉസ്താദേ 3 ഗ്രാം സ്വർണ്ണം ഞാൻ തരാം അല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ. ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ജോലിയിലെ സ്ഥിരത കൊടുക്കണേ റബ്ബേ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. കുടുംബസമേതം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ അല്ലാഹ് 11 ഗ്രാം സ്വർണ്ണമായി തമ്പുരാന് എല്ലാ പെണ്ണുങ്ങളും സ്വർണ്ണം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിന്റെ മനസ്സൊരു പെണ്ണിനെ അറിയോ പടച്ചവര്, ഒരാൾ പോലും ഈ കൂട്ടത്തിൽ നീ തെരഞ്ഞെടുത്തില്ല റഹ്മാന്. ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സഹോദരി 2 ഗ്രാം സ്വർണ്ണം പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണ്ണിനടിയിലാണ് തമ്പുരാന്. അവരെ വിസാരമാക്കണേ തമ്പുരാന്, മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാന്.